നോ ഫോളോവേഴ്സ്, നോ ലൈക്ക് ആൻഡ് കമൻറ്റ്സ്, 100-ൽ താഴെ വ്യൂസ് ഒരാൾക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറയണത് കണ്ടൻറ്റോ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഇവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. അവനവന് പറ്റാത്ത കാര്യങ്ങൾ എടുത്തെടുത്ത് തലയിൽ വെച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകണതിൽ എന്താ കാര്യമുള്ളത്? ആൾക്കാർക്ക് പറയാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഞാനിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. എടാ, ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഒരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങി കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ള ആളുകളുടെ ഒരു 95% ആളുകളും ഡ്രോപ്പ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ആലോചിച്ച് കാട് കയറി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മെൻ്റലി സ്ട്രെസ്സ് കൊടുത്ത് ആകെ ടയേർഡായി നമ്മളെ കൊണ്ട് ഒന്നും പറ്റാത്ത വിധം നമ്മുടെ എനർജിയൊക്കെ ലൂസായി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ആർക്ക് നഷ്ടം? നമുക്ക് മാത്രം നഷ്ടം. അതേസമയം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, അതായത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യേണ്ട കാര്യം എന്ത്? ഞാൻ റിയൽ ആണോ ഫേക്ക് ആണോ എന്നറിയില്ല. എനിക്ക് വലിയ സ്വപ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പണിപൂട്ടി പോകുമോ എന്നറിയില്ല. ഏത് ടൈപ്പ് കണ്ടന്റാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. പയ്യെ നമ്മളെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും നമ്മുടെ ആ റിയൽ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ മനസ്സിലാക്കാനും ആളുകൾക്ക് എപ്പോഴാണ് പറ്റുന്നത്, അപ്പോഴാണ് നമ്മളെ ഫോളോ ചെയ്യാൻ ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് നമ്മളിങ്ങനെ നമ്മുടെ ഫ്യൂച്ചറിനെ, വരാൻ പോകുന്ന ഫ്യൂച്ചറിലുള്ള ഇമാജിനറി പ്രോബ്ലംസിനെ ആലോചിച്ച് നമ്മുടെ പ്രസൻറ്റിലെ സമാധാനം കളഞ്ഞ് നമ്മൾക്ക് ആക്ഷൻ എടുക്കാനുള്ള നമ്മുടെ കഴിവിനെ കളയുന്നതിൽ എന്ത് കാര്യം? അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. എടാ, അല്ലെങ്കിൽ തന്നെ നമ്മൾ ആലോചിച്ച് കൂട്ടിയിട്ടുള്ള ഒരുപാട് ഭയങ്ങളിൽ എത്ര എണ്ണം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്? പലതും നടന്നിട്ടില്ല. എല്ലാവരും ചിന്തിക്കണ പോലെ നല്ല പെർഫെക്റ്റ് കോൺഫിഡൻസ് വരട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ പെടുത്തി കളയാം. അങ്ങനെ ഒരു കോൺഫിഡൻസ് വരാനില്ല. എപ്പോഴാണോ ആക്ഷൻ എടുക്കുന്നത് അപ്പോഴേ കോൺഫിഡൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരുള്ളൂ എന്നുള്ള കാര്യം അത് നമ്മൾ അറിയാണ്ട് പോയാൽ എന്താവും? എടാ, ഓരോ ദിവസം ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ ആക്ഷൻസാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മെൻ്റൽ ഫിയറിനെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരിക. പിന്നെ വരാൻ പോകുന്ന ഫ്യൂച്ചറിലുള്ള നമ്മുടെ കംപ്ലീറ്റ് ഫ്യൂച്ചറിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഫ്യൂച്ചറിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ പ്രസൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് എനിക്ക് ഒരു വീഡിയോ എടുത്തിട്ട് സ്റ്റെപ്പ് വെച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് 100 ഡേയ്സിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ് ഞാൻ മനസ്സിൽ കരുതിയിട്ടുള്ളത്. ഈ 100 ദിവസം മനസ്സിലാലോചിച്ച് ബേജാറായി കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. അതേസമയം എനിക്ക് ഒരു ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ 100 ദിവസം 100% സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമാജിനറി പ്രോബ്ലംസിനെ അതിനെ ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവം നമ്മളിങ്ങനെ പയ്യെ സ്റ്റോപ്പ് ചെയ്യാണ്. അങ്ങനെ നമ്മളുടെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആക്ഷനിൽ മാത്രം നമ്മൾ വിശ്വസിക്കുകയാണ്. അതിലൂടെ നമ്മൾക്ക് വരാൻ പോകുന്ന ഒരു കോൺഫിഡൻസിനെ നമ്മൾ വിശ്വസിക്കുകയാണ്. അവിടെ നമ്മുടെ മനസ്സമാധാനം നമ്മൾക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. സ്റ്റോപ്പ് ഓവർ തിങ്കിങ്.